ഇന്നത്തെ ഹോട്ട് ടീ ആൻഡ് ടോക്കിലേക്ക് കടക്കുകയാണ്. വോട്ട് ചോരി ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കൂടുതൽ സാക്ഷികളും തെളിവുകളും നിരത്തിയിരിക്കുകയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കർണാടകയിൽ പിന്നാക്ക ന്യൂനപക്ഷ വോട്ടർമാരെ ആസൂത്രിതമായി വെട്ടിയെന്നാണ് ഡേറ്റാ പ്രസന്റേഷനിലൂടെ രാഹുൽ ഗാന്ധി ആരോപിച്ചത്. കർണാടകയിലെ അലന്ത് മണ്ഡലത്തിൽ ഈ വിധത്തിൽ 6018 വോട്ട് വെട്ടി. സൂര്യകാന്ത് എന്നയാൾ 40 മിനിറ്റിനുള്ളിൽ വെട്ടിയത് 12 വോട്ടർമാരെയെന്നും എന്നാൽ താൻ പോലും ഇക്കാര്യം അറിഞ്ഞില്ലെന്നും വാർത്താ സമ്മേളനത്തിലെത്തിയ സൂര്യകാന്ത് വെളിപ്പെടുത്തി. അതേസമയം വോട്ടറുടെ വാദം കേൾക്കാതെ പട്ടികയിൽ നിന്ന് പേര് വെട്ടുക അസാധ്യമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി. 2023 വോട്ട് വെട്ടാനുള്ള ശ്രമം ഉണ്ടായപ്പോൾ തന്നെ FIR രജിസ്റ്റർ ചെയ്തതാണ് എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ പറയുന്നു. ഹോട്ട് ടീ ആൻഡ് ടോക്ക് പരിശോധിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെ തള്ളുമോ കൊള്ളുമോ? ചർച്ചയിൽ അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി കോൺഗ്രസ് വക്താവ്, ഒപ്പം തന്നെ ജിതിൻ ദേവ് BJP വക്താവ് എന്നിവരാണ് തത്സമയം നമുക്കൊപ്പം അതിഥികളായി ചേരുന്നത്. രണ്ട് അതിഥികൾക്കും ഹോട്ട് ടീ ആൻഡ് ടോക്കിലേക്ക് സ്വാഗതം. ആദ്യം BJP വക്താവിലേക്കാണ്. ശ്രീ ജിതിൻ ദേവ്, രാഹുൽ ഗാന്ധി ആദ്യഘട്ടത്തിൽ വോട്ട് ചോരി ആരോപണം ഉന്നയിച്ച് അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകി. ഇതാ രണ്ടാം ഘട്ടത്തിൽ ഹൈഡ്രജൻ ബോംബ് ഇതുവരെ ഞാൻ പൊട്ടിച്ചിട്ടില്ല, ഇനി പൊട്ടിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ, പക്ഷെ അതിനു മുൻപ് കൂടുതൽ ആളുകളെ ഉൾപ്പെടെ എത്തിച്ച് തെളിവുകളുടെ പശ്ചാത്തലത്തിൽ നടത്തിയിരിക്കുന്ന ഈ ആരോപണങ്ങളെ തള്ളേണ്ടതല്ലേ, അല്ലെങ്കിൽ കൊള്ളേണ്ടതാണോ? ശ്രീ രാഹുൽ ഗാന്ധി ഇന്ന് നടത്തിയിരിക്കുന്ന വാർത്താ സമ്മേളനം, നമ്മുടെ പണ്ട് മലയാള ഭാഷയിൽ ഒരു ചൊല്ലുണ്ട്, മലന്ന് കിടന്ന് തുപ്പുക എന്ന് പറയും. അങ്ങനെ ഒരു മലന്ന് കിടന്ന് തുപ്പലാണ് ശ്രീ രാഹുൽ ഗാന്ധി ഇന്ന് വാർത്താ സമ്മേളനത്തിലൂടെ ചെയ്തിരിക്കുന്നതെന്ന് പറയാതെ വയ്യ. അദ്ദേഹം ആരോപണം ഉന്നയിച്ച 2 മണ്ഡലങ്ങൾ, ഒന്ന് അദ്ദേഹം ആലന്ദ് ഫയൽ എന്ന് പറഞ്ഞ ആലന്ദ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി, രണ്ടാമത് രാജുര അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി മഹാരാഷ്ട്ര. അദ്ദേഹം ആദ്യം ആരോപണം ഉന്നയിച്ച ആലന്ദ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 6018ഓളം വോട്ടുകൾ ഡിലീറ്റ് ചെയ്യാൻ ശ്രമം നടന്നു എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ശ്രീ ബിനിൽ, അങ്ങ് ആലന്ദ് കോൺസ്റ്റിറ്റ്യുവൻസി ഒന്ന് പഠന വിധേയമാക്കി കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് വലിയ അപ്രമാദിത്വമുള്ള സ്ഥലമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 2023 തെരഞ്ഞെടുപ്പിൽ അവിടെ അധികാരത്തിൽ വന്നത്, അല്ലെങ്കിൽ ആ കോൺസ്റ്റിറ്റ്യുവൻസി ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. ഏതാണ്ട് ഏകദേശം 50% മുകളിൽ വോട്ട് ഷെയറോടുകൂടിയാണ് കോൺഗ്രസ് ആ മണ്ഡലം ഭരിക്കുന്നത്. 2018 BJP ഉണ്ടായിരുന്നു. 2013 ഇപ്പോൾ കോൺഗ്രസിന്റെ ജയിച്ച അദ്ദേഹം തന്നെ കർണാടക ജനപക്ഷ എന്ന് പറയുന്നൊരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിച്ചു. ഇങ്ങനെ BJP അല്ലെങ്കിൽ കോൺഗ്രസ് അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെ തുലോതുലം നിന്നുകൊണ്ട് നെക്ക് ടു നെക്ക് ഫൈറ്റ് നടക്കുന്ന ഒരു സ്ഥലമാണ് ആലന്ദ് കോൺസ്റ്റിറ്റ്യുവൻസി. അദ്ദേഹം ഇപ്പോൾ ആരോപണം ഉന്നയിച്ച ആലന്ദ് കോൺസ്റ്റിറ്റ്യുവൻസിയിലെ നിലവിലെ MLA കോൺഗ്രസ്സുകാരനാണ്. അപ്പൊ ഈ 6018 വോട്ടുകൾ ഡിലീറ്റ് ചെയ്യാൻ ശ്രമം നടത്തിയപ്പോൾ, അല്ലെങ്കിൽ ആ ശ്രമം ഉണ്ടായ സമയത്ത് എന്തുകൊണ്ട് കോൺഗ്രസിന് പ്രതിരോധിക്കാൻ സാധിച്ചില്ല? രണ്ടാമതൊരു വിഷയം, അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിലുള്ള ശ്രമം നടന്നത് കോൺഗ്രസിന് വലിയ അപ്പർ ഹാൻഡ് ഉള്ള 10ഓളം ബൂത്തുകളിലാണെന്ന് പറയുന്നത്. അദ്ദേഹം ബൂത്ത് നമ്പർ ഒന്നും പറഞ്ഞിട്ടില്ല. നോക്കൂ, കോൺഗ്രസിന് വലിയ അപ്പർ ഹാൻഡ് ഉള്ള ഈ ബൂത്തുകളിൽ കോൺഗ്രസ് പാർട്ടിയുടെ ബൂത്ത് ലെവൽ ഏജന്റുമാർ എന്തെടുക്കുകയായിരുന്നു? 2023 ഡിസംബർ 19 ഈ വോട്ട് നീക്കം ചെയ്യാനായിട്ടുള്ള ശ്രമം നടന്നത്, അല്ലെങ്കിൽ വോട്ട് നീക്കം ചെയ്തെന്നാണ് അദ്ദേഹം പറയുന്നത്. ജനുവരി മാസം 5-ാം തീയതിയാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ആ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ. ഇത്രയും ദിവസം, ഇത്രയും കാലഘട്ടത്തോളം ഇതിന് സമയമുണ്ടായിരുന്നു, ആക്ഷേപം കൊടുക്കാൻ സമയമുണ്ടായണക്കെ അതിനൊന്നും തയ്യാറാകാതെ 2023 കഴിഞ്ഞ് 25 സമയത്ത് ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ വന്നു നിന്നുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് അദ്ദേഹം ആ മണ്ഡലത്തിലെ ആരോപണത്തിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ ജിതിൻ ദേവ്, അവിടെയാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അവർക്കാണ് അവിടെ അധികാരമുള്ളത്. നമുക്കറിയാം, അവർക്ക് അധികാരമുള്ള ആ സംസ്ഥാനത്തെ വോട്ടർ പട്ടിക പോലും അവർക്ക് കിട്ടാത്ത ഒരു സ്ഥിതി ഉണ്ട് എന്ന് രാഹുൽ ഗാന്ധി ആദ്യഘട്ടത്തിൽ പറഞ്ഞ ആരോപണം ആവർത്തിക്കുന്നുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് രാഹുൽ ഗാന്ധി പറയുന്നത് അവിടുത്തെ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള CID ഈ കാര്യവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി. അവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ പറഞ്ഞു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഏതാണ്ട് 10ലധികം തവണ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് വ്യക്തത വരുത്തണം. ആരാണ് ഈ വോട്ടുകൾ ഈ വിധത്തിൽ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, ആരുടെ ഈ ഫേക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള ഫോൺ നമ്പർ പ്രവർത്തിച്ചത് എവിടെയാണ് എന്നീ കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കണം എന്നീ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമീപിച്ചിട്ടും 10 പ്രാവശ്യത്തിലധികം സമീപിച്ചിട്ടും മറുപടിയില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ബിനിൽ, നമ്മുടെ രാജ്യത്ത് കോടതികളില്ലേ? ഇത്തരത്തിലുള്ള ഒരു വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ കോടതിയിൽ ആർക്കും സമീപിക്കാമല്ലോ. ഇലക്ഷൻ കമ്മീഷന് ഭാഗത്തു നിന്ന് ഡേറ്റ കൊടുക്കുന്നില്ലെങ്കിൽ കോടതിയെ സമീപിക്കാൻ സാധിക്കാത്ത ഒരു രാജ്യമാണോ നമ്മുടെ രാജ്യം? ഇനി അദ്ദേഹം പറഞ്ഞ 3 പേരുകൾ, അദ്ദേഹം അവിടെ പ്രസന്റ് ചെയ്ത 3 പേരുകൾ, ഒന്ന് ബബിത ചൗധരി, ഒന്ന് സോനാങ്കടെ കാശിനാഥ്, ഒന്ന് അശോക് മണിക് റാവു. ഈ 3 പേർക്കും ഇപ്പോഴും വോട്ടുണ്ട്. ആ വോട്ടർ പട്ടിക പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ 3 പേർക്കും ഈ നിലവിൽ വോട്ടുണ്ട്.
അപ്പൊ ഇദ്ദേഹത്തിനെ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിക്കുകയാണോ അതോ അറിഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് ഒരു തരത്തിലുള്ള അസ്ഥിരാവസ്ഥ സൃഷ്ടിക്കാനായിട്ടുള്ള പരിശ്രമമാണ് അദ്ദേഹം നടത്തുന്നത്? ഞാൻ പറഞ്ഞ അവസാനിച്ചോളാം. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസി അദ്ദേഹം പറഞ്ഞത് രാജുര അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി. ഈ ആലന്ത് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അദ്ദേഹം പറഞ്ഞത് 6018 വോട്ടുകൾ ഡിലീറ്റ് ചെയ്യാൻ ശ്രമം നടത്തി. ശരി, അത് ആരാണെന്ന് അറിയില്ല. അദ്ദേഹത്തിന് ഡെസ്റ്റിനേഷൻ പോർട്ടും ഡെസ്റ്റിനേഷൻ IP ഒക്കെ കൊടുത്തെങ്കിൽ മാത്രമേ കണ്ടുപിടിക്കാൻ സാധിക്കൂ. ശരി, അവിടെ ഒരു വാദത്തിന് സംഭവിച്ചു. 6850 വോട്ടുകൾ കള്ളവോട്ടുകൾ ചേർക്കപ്പെട്ടു മഹാരാഷ്ട്രയിലെ രാജുര അസംബ്ലിയിൽ എന്നാണ് അദ്ദേഹം ഡിമാൻഡ് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ട് ഈ 6850 കള്ളവോട്ടർമാർ ആരൊക്കെയാണ്? രാഹുൽ ഗാന്ധിക്ക് പറഞ്ഞുകൂടെ ലിസ്റ്റ് ചെയ്ത്? ഇത്രത്തോളം കഴിവുകളും ഇത്രത്തോളം തെളിവുകൾ സമാഹരിക്കാൻ കഴിവുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് പറഞ്ഞുകൂടെ? 6850 പറയേണ്ടതേ, ഒരു 100 പേർ ആരൊക്കെയാണെന്ന് പറ. ഇനി രാജുര കോൺസ്റ്റിറ്റ്യുവൻസി അങ്ങ് മനസ്സിലാക്കണം, BJPക്ക് അപ്പർ ഹാൻഡ് ഉള്ള അല്ലെങ്കിൽ BJP മാത്രം ജയിച്ചു വരുന്ന കോൺസ്റ്റിറ്റ്യുവൻസി അല്ല. ചതുഷ്കോണ മത്സരം, 4ഓളം പാർട്ടികൾ പരസ്പരം മത്സരിക്കുന്ന സ്ഥലമാണ്. ഇത്തവണ BJP ജയിച്ചു, കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് ആണ് ജയിച്ചത്. ഇതേപോലെ തന്നെ ശക്തിയായിട്ട് SDP എന്ന് പറഞ്ഞൊരു ഒരു പ്രാദേശിക പാർട്ടിയുണ്ട്, GGP എന്ന് പറഞ്ഞൊരു പ്രാദേശിക പാർട്ടിയുണ്ട്. അപ്പൊ ഈ പാർട്ടികൾക്കെല്ലാം അവിടെ സംവിധാനമുള്ള സ്ഥലമാണ്. അപ്പൊ അദ്ദേഹം ആരോപണം ഉന്നയിച്ച ഈ 2 മണ്ഡലങ്ങളിലെയും ഡേറ്റ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് യാതൊരു തരത്തിലുള്ള സത്യവുമില്ല. ഇതേപോലെ ആരോപണങ്ങൾ ഉന്നയിച്ച് ഇദ്ദേഹം നോക്കൂ. രണ്ടാമതൊരു കാര്യം ബില്ലിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇദ്ദേഹം ഇന്ന് ആരോപണം ഉന്നയിച്ച സമയത്തെല്ലാം വ്യക്തിപരമായിട്ട് ഇലക്ഷൻ കമ്മീഷണറെ പേരെടുത്ത് പറഞ്ഞാണ് അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നത്. ശരി, നമുക്ക് ആ കാര്യത്തിലേക്ക്, ഇലക്ഷൻ കമ്മീഷന്റെ കാര്യത്തിലേക്ക് നമുക്ക് പ്രത്യേകം വരേണ്ടതുണ്ട്. ഇതിനൊരു മറുപടി വളരെ വേഗത്തിൽ ശേഖരിച്ചതിന് ശേഷം മടങ്ങി വരാം, അങ്ങിലേക്ക് മടങ്ങി വരാം. നോക്കൂ ശ്രീ വസന്ത് തെങ്ങമ്പള്ളി, രാഹുൽ ഗാന്ധി വോട്ട് ചോരി ആരോപണം രാജ്യത്തിന് മുന്നാകെ വെച്ചു. ആറ്റം ബോംബ് എന്ന വിധത്തിൽ രാഹുൽ ഗാന്ധി ഇന്ദിരാഭവനിൽ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ ആരോപണം മുന്നോട്ട് വെച്ചു. അതിനുശേഷം ബീഹാറിൽ അദ്ദേഹം തേജസ്വി യാദവിനൊപ്പം വോട്ടർ അധികാർ യാത്ര നടത്തി മടങ്ങിയെത്തി. ഈ വിഷയം അങ്ങ് തീർന്നു പോയി എന്ന് കരുതിയതുകൊണ്ടാണോ ഇപ്പോൾ ഈ വിധത്തിൽ കുറെ പവർ പോയിന്റ് പ്രസന്റേഷനുമായി രാഹുൽ ഗാന്ധി ഇന്ന് വീണ്ടും വാർത്താ സമ്മേളനം നടത്തിയത്? ഒരിക്കലുമല്ലല്ലോ ശ്രീ ബിനിൽ. നോക്കൂ, വളരെ കൃത്യമായി ആദ്യത്തെ വാർത്താ സമ്മേളനം നടക്കുമ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഞങ്ങൾ പൊട്ടിക്കുമെന്ന് പറഞ്ഞ ബോംബിൻ്റെ തുടക്കം മാത്രമാണിത്. ഹൈഡ്രജൻ അടക്കമുള്ള ബോംബുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. നോക്കൂ, എന്താണ് കുറേ കാലമായി BJPയുടെ ഫുൾ ഫോമായി നമ്മൾ വിശ്വസിച്ച് വന്നിരുന്നത് ഭാരതീയ ജനതാ പാർട്ടി എന്നാണ്. പക്ഷേ ഇന്ന് നമുക്ക് മനസ്സിലാവുകയാണ്, രാഹുൽ ഗാന്ധിയുടെ 2 പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ BJP സമം ഭാരതത്തിലെ ജനങ്ങളെ പറ്റിച്ച് അധികാരത്തിൽ വന്നവരാണ് ഇവർ എന്നതിൻ്റെ കൃത്യമായ തെളിവുകളാണ് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നത്. ഒന്ന്, ജിതിൻ ദേവ് പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ. എന്ത് 6150 വോട്ട് കള്ളവോട്ട് ആരൊക്കെയാണ് എന്ന് രാഹുൽ ഗാന്ധി പറയണ്ടേ? ശ്രീ ജിതിൻ ദേവ് അങ്ങൊരു ചർച്ചയിൽ വരുമ്പോൾ നമ്മൾ ഒരുപാട് ചർച്ചയിൽ ഇരുന്നിട്ടുണ്ട്, കുറച്ചെങ്കിലും പ്രിപ്പയർഡ് ആയിട്ട് വരണം. കാരണം അദ്ദേഹം പറഞ്ഞത് 6150 വോട്ട് അഡീഷൻ ഉണ്ടായി എന്നല്ല പറഞ്ഞത്, 6150 6150 വോട്ട് ഡിലീഷൻ ഉണ്ടായി എന്നുള്ളതാണ്. അതായത് വോട്ടർ പട്ടികയിൽ നിന്ന് കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ സാധ്യതയുള്ള, കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ പോൾ ചെയ്യാൻ സാധ്യതയുള്ള ആ ടെൻഡൻസിയുള്ള ഡിലീറ്റ് ചെയ്യപ്പെട്ടു. ഒരു അല്ലല്ല ബിനിൽ, വോട്ടർമാർ എന്തിയെന്നാണ് ചോദിച്ചത്. അല്ലല്ല അങ്ങനെ പോലെ ബസന്ത്, അത് ശരിയല്ല. രാജുറ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ, മഹാരാഷ്ട്രയിലെ രാജുറ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 6750 ഞാൻ ചോദിക്കുന്നത്, നോ പറയൂ വസന്ത് പറയൂ. അല്ലല്ല, നോക്കൂ രണ്ടാമത് അദ്ദേഹം ചോദിച്ചത് ഏതാണ് ബൂത്ത് എന്നുള്ളതാണ്. നോക്കൂ, കർണാടക അലന്ത് മണ്ഡലത്തിലെ ബൂത്ത് നമ്പർ 37 ഗോദാബായി. ആരാ ഈ ഗോദാബായി? അവരിന്ന് നേരിട്ട് വന്ന് പറഞ്ഞു, ഞാൻ അറിഞ്ഞിട്ടില്ല ഇങ്ങനൊരു ഡിലീഷൻ ഉണ്ടായത്. അതായത് ആദ്യ സമയത്ത് ഞങ്ങൾ പറഞ്ഞത് വളരെ കൃത്യമായി വ്യാപകമായി വ്യാജ വോട്ടുകൾ ചേർക്കപ്പെടുന്നു, അത് പോൾ ചെയ്യപ്പെടുന്നു. അങ്ങനെ ഇലക്ഷനെ ഹൈജാക്ക് ചെയ്യുന്ന വണ്ണത്തിൽ ഒരു വോട്ട് പ്രളയം ഉണ്ടാക്കുകയാണ് BJP എന്നുള്ളതാണെങ്കിൽ, ഇപ്പോൾ ഇലക്ഷൻ ട്രെൻഡ് പഠിച്ചുകൊണ്ട്, പോളിംഗ് ട്രെൻഡ് പഠിച്ചുകൊണ്ട്, ആ പോളിംഗ് ട്രെൻഡിൽ കോൺഗ്രസ് അനുകൂലമാവാൻ സാധ്യതയുള്ള വോട്ടുകളെ മുഴുവൻ അപരവൽക്കരിക്കുകയാണ്, അവരെ കോർണറൈസ് ചെയ്ത് പുറന്തള്ളുകയാണ് ഈ സർക്കാർ. ആരെയാണ് ബിനിൽ? ഇതിൽ ഇലക്ഷന്റെ മാത്രം ഒരു വലിയ പ്രശ്നമല്ല കേട്ടോ. നോക്കൂ, ഈ സർക്കാരിന് അല്ലെങ്കിൽ ഇത് ചെയ്തവർ BJP ആണ്, BJPയുടെ സർക്കാരാണ്, ആ സർക്കാരിന് വേണ്ടി പണി ചെയ്യുന്നവരാണ് എന്നാണ് ഞങ്ങളുടെ വാദം. ഇനി അങ്ങനെ അല്ലാന്നിരിക്കട്ടെ, ആരുമായിക്കോട്ടെ, അവർക്ക് മുസ്ലിങ്ങളുടെ വോട്ട് നമ്പർ ഇതൊക്കെയാണ്,
ക്രിസ്ത്യാനികളുടെ വോട്ട് നമ്പർ ഇതൊക്കെയാണ്, ഹിന്ദുക്കളിൽ ഇന്ന ജാതിയുടെ വോട്ട് നമ്പർ ഇതൊക്കെയാണ്, ആദിവാസികളുടെ വോട്ട് നമ്പർ ഇതൊക്കെയാണ് എന്ന് സമ്മപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എത്ര ഭീകരമായ അവസ്ഥയിലേക്കാണ് രാജ്യം പോകുന്നത്. അവർ എവിടെയൊക്കെയാണ് താമസിക്കുന്നത്, കൂടുതൽ ക്രിസ്ത്യാനി ഉള്ളത് എവിടെയാണ്, കൂടുതൽ മുസ്ലിം എവിടെയാണുള്ളത്, കൂടുതൽ ഹിന്ദുവിൽ ഇന്ന ജാതി എവിടെയാണുള്ളത്, ആദിവാസി എവിടെയാണുള്ളത് എന്നിവർക്ക് സമ്മപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനൊരു ഡേറ്റ സർക്കാരിൻ്റെ കയ്യിലെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് വലിയ അപകടത്തിലേക്കാണ് ഈ രാജ്യം പോകുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. രണ്ട്, ഈ ചർച്ചയിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളിലും നാഷണൽ മീഡിയാസിലടക്കം BJP പ്രതിനിധികൾ പറയുന്നത് നിങ്ങൾ എന്താണ് പരാതി കൊടുക്കാത്തത്, നിങ്ങൾക്ക് കോടതിയെ സമീപിക്കില്ലേ എന്നുള്ളതാണ്. ഒന്ന്, ഞങ്ങൾ അന്നേ പറഞ്ഞിരുന്നു, കോടതിയെ സമീപിക്കുന്നതിന് മുമ്പ് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന വളരെ പരമപ്രധാനമായ ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. ഒന്ന്, കോടതിയെ സമീപിച്ചാൽ നിങ്ങൾ പറയും അത് അറ്റ് ഹാൻഡ് സബ്ജക്റ്റ് അല്ലേ, അതായത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമല്ലേ, ഇപ്പോൾ സംസാരിക്കേണ്ടതില്ല എന്ന് ഇലക്ഷൻ കമ്മീഷന് പോലും തടി തപ്പാൻ പറ്റും. പക്ഷെ ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്താണെന്നറിയാമോ, ഞങ്ങളുടെ ആഗ്രഹം എന്താണെന്നറിയാമോ, നിങ്ങളുടെ ജ്ഞാനേഷ് കുമാറിലെ നിങ്ങൾക്ക് വേണ്ടി രാത്രി പകലില്ലാതെ പണിയെടുക്കുന്ന 24/7 ജ്ഞാനേഷ് കുമാർ, ആ ജ്ഞാനേഷ് കുമാറിനെ കൊണ്ട് മറുപടി പറയിപ്പിക്കും. അതേസമയം ഞങ്ങൾ കോടതിയെ സമീപിച്ചാൽ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഭീഷണിപ്പെടുത്താനുള്ള ശ്രമമാണ്. നോക്കൂ, EVM-ന് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് പരസ്യമായി ചലഞ്ച് ചെയ്തത് നിങ്ങളുടെ പാർട്ടിയിലായിരുന്ന കാലഘട്ടത്തിൽ കപിൽ സിബലാണ്. അദ്ദേഹം ഇപ്പോൾ SP-യുടെ രാജ്യസഭാംഗമായി പോയിരിക്കുകയാണ്. പക്ഷേ എങ്കിൽ പോലും കോൺഗ്രസിലായിരുന്ന സമയത്താണ്, ICC ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്താണ് കപിൽ സിബൽ അങ്ങനെ ഒരു ഓപ്പൺ ചലഞ്ച് വെച്ചത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കാമെന്ന് പറഞ്ഞു, ഒരു വെട്ടിപ്പും കണ്ടെത്താൻ സാധിച്ചില്ല. ഇപ്പോൾ വോട്ടർ പട്ടിക ആരോപണവുമായി മുന്നോട്ട് വരികയാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഭീഷണിപ്പെടുത്തുകയാണോ? എന്താണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രയോജനമുള്ളത്? കൂടുതൽ അവരെ പ്രൊവോക്ക് ചെയ്താൽ ഇപ്പോൾ ചെയ്യുന്ന പണിയുടെ ഇരട്ടിപ്പണി അവർ ചെയ്യും എന്നുള്ളത് മാത്രമാണ്. നോക്കൂ, EVM-വുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ഞങ്ങൾ മുമ്പോട്ട് വെച്ചിരുന്നു. അത് നാഷണൽ ഇന്റർനാഷണൽ മീഡിയാസ് ബ്രേക്ക് ചെയ്തില്ലേ. പല വിഷയങ്ങളിലും ഒരു ബൾക്കായി ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷന്റെ വോട്ടിംഗ് മെഷീനുകൾ കാണാതെ പോകുന്നതിനെ പറ്റി അന്വേഷണം ഉണ്ടായില്ലേ. നോക്കൂ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ എന്താ ഇവർ പറയുന്നത്, പരാതി കൊടുക്കൂ എന്നാണ്. അവിടെ കർണാടക പോലീസ് FIR ഇട്ടു. FIR ഇട്ട ശേഷം ആ കേസ് CIDക്ക് കൈമാറി. കർണാടക CID ഇലക്ഷൻ കമ്മീഷനോട് എന്താവശ്യപ്പെട്ടു? ഇങ്ങനൊരു ഡിലീഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആവശ്യപ്പെട്ടു. എന്നാൽ ഈ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ, ജ്ഞാനേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഇലക്ഷൻ കമ്മീഷൻ അത് കൊടുത്തില്ല. അപ്പോൾ CID ചോദിച്ചപ്പോൾ കൊടുത്തില്ല എന്ന് മാത്രമല്ല, കർണാടക ഇലക്ഷൻ കമ്മീഷൻ ഇറ്റ്സെൽഫ് ആവശ്യപ്പെട്ടു. അതായത് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷന്റെ സംസ്ഥാന ഘടകം നേരിട്ട് ചോദിച്ചു, ഞങ്ങൾക്ക് ഇങ്ങനൊരു പരാതി കിട്ടിയിട്ടുണ്ട്, ആയതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഡേറ്റ നൽകേണ്ടത് നിങ്ങളാണ്, എന്തെങ്കിലും ഡേറ്റ ഉണ്ടോ? തന്നില്ല. ഇനി രാഹുൽ ഗാന്ധി ഇത് പറയുന്നതിന് മുമ്പ് ഹിന്ദു ഇത് റിപ്പോർട്ട് ചെയ്തില്ലേ. ഹിന്ദു ആ സമയത്ത് ഹിന്ദുവിന്റെ റിപ്പോർട്ടർ, ഡൽഹി റിപ്പോർട്ടർ നേരിട്ട് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടു. ഇതൊക്കെ ചോദിക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമോ ശ്രീബിനിൽ? ജനുവരി മാസം 2024 32-ാം തീയതിയാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. കോൺഗ്രസ്, അവിടുത്തെ കർണാടകയിലെ CID, കർണാടകയിലെ ഇലക്ഷൻ കമ്മീഷൻ ഈ ചോദ്യം ചോദിക്കുന്നത് 2024 ജനുവരി മാസം 22-ാം തീയതിയാണ്. ആ ചോദ്യത്തിന് 1.5 വർഷം കഴിഞ്ഞ്, ഇപ്പോൾ 2 വർഷമാകും, 3-4 മാസം കഴിഞ്ഞാൽ 2 വർഷത്തോളമായി ഉത്തരം പറയാനില്ലാത്ത ഇലക്ഷൻ കമ്മീഷനാണ് കഴിഞ്ഞ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞ ഉടനെ ചാടിയിറങ്ങി ഇതാ രാഹുൽ ഗാന്ധിയോട് അഫിഡവിറ്റ് തരൂ, ജനന സർട്ടിഫിക്കറ്റ് തരൂ, അല്ലെങ്കിൽ ആധാർ കാർഡ് തരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്താൻ ഇറങ്ങിയത്. അതുകൊണ്ട് ഞങ്ങൾ ഭീഷണിപ്പെടുത്തുകയല്ല. പക്ഷേ ഈ രാജ്യത്തോട് സത്യം വിളിച്ചു പറയുമ്പോൾ കോൺഗ്രസിനെ ഭീഷണിപ്പെടുത്താമെന്ന് ഒരു ജ്ഞാനേഷ് കുമാറും വിചാരിക്കണ്ട. ജ്ഞാനേഷ് കുമാറിന്റെ ഈ പേടിപ്പീരും ഭീഷണിയും ഒക്കെ കയ്യിൽ വെച്ചാൽ മതി എന്നുള്ളതാണ്. BJP ദേശീയ തലത്തിൽ ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ അനുരാഗ് സിംഗ് ഠാക്കൂർ ഉൾപ്പെടെ ഇതൊരു ചീറ്റിപ്പോയ പടക്കമാണ് എന്നീ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. കേന്ദ്രമന്ത്രിമാരും പ്രതിരോധിച്ച് BJP-യുടെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. പക്ഷേ അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, രാജ്യത്തെ മുഴുവൻ പ്രതിപക്ഷ പാർട്ടികൾക്കും ഈ വിധത്തിലൊരു പരാതി നിലനിൽക്കുന്നുണ്ട്. അതിനെ മുന്നിൽ നിന്ന് നയിക്കുകയാണ് രാഹുൽ ഗാന്ധി. ഈ ഭിന്നിച്ചു നിന്നിട്ടുള്ള ഇന്ത്യ മുന്നണിയിൽ, അതായത് ആം ആദ്മി പാർട്ടിയും ഒപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസും പോലും വോട്ട് ചോരി വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ അണിനിരക്കാൻ തയ്യാറായിരുന്നു. പാർലമെന്റ് മാർച്ചിൽ ഉൾപ്പെടെ നമ്മളത് കണ്ടതാണ്. അപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഈ പ്രധാനപ്പെട്ട പ്രശ്നത്തിൽ നോക്കൂ, രാജ്യത്തെ ഒരു വലിയ ശതമാനം ഭരണപക്ഷം പ്രതിനിധാനം ചെയ്യുന്ന അത്രത്തോളം തന്നെ വലിയ ശതമാനം ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് ഈ വിഷയം ഇങ്ങനെ ഉന്നയിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടികൾക്കൊന്നും സുതാര്യതയില്ലല്ലോ. ഞാൻ മറുപടി പറയുന്നത് കേട്ടിട്ടാണ് അദ്ദേഹം ബില്ലിലും അദ്ദേഹത്തിലേക്ക് പോകാനെന്ന് ഞാൻ പറയുന്നു. രാജ്യസഭ അസംബ്ലിയെ സംബന്ധിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ ആരോപണം എന്താണെന്നുള്ളത്
ശ്രീ വസന്ത് ഒന്നും കൂടി പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. അല്ലാതെ ഞാൻ പ്രിപ്പറേഷൻ നടത്തിയോ എന്നതിനെ സംബന്ധിച്ച് അങ്ങ് സംശയം ചെയ്യുന്നതിന് പകരം എന്താണ് രാജുര അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി, മഹാരാഷ്ട്ര രാജുര അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയുടെ ആരോപണം അത് അങ്ങ് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാവും. പിന്നെ അങ്ങ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു എക്സ്പ്ലനേഷൻ ഒക്കെ പറഞ്ഞു, ഭാരതത്തിലെ ജനങ്ങളെ പറ്റിക്കുന്ന പാർട്ടി. കോൺഗ്രസിന്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഞാൻ എക്സ്പ്ലനേഷൻ പറയാം. ഇന്ത്യയെ നശിപ്പിക്കാൻ കാശ് വാങ്ങിയ പാർട്ടി അതാണ് നിങ്ങൾ. എവിടെ നിന്നോ ഉള്ള ഏതോ വൈദേശിക ശക്തികളിൽ നിന്ന് കാശ് വാങ്ങിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ആദ്യത്തെ വാർത്താ സമ്മേളനം അദ്ദേഹം പറഞ്ഞ ഏറ്റവും ബേസ് ആയിട്ടുള്ള 10 വർഷമായി നരേന്ദ്രമോദിയാണ് ഭരിക്കുന്നത് സാർ. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പേര് അമിത്ഷാ എന്നാണ്. നിങ്ങൾക്ക് ആർജവമുണ്ടെങ്കിൽ കേസെടുത്ത് അന്വേഷിക്കണം മിസ്റ്റർ. 42 മണിക്കൂർ ഒരു കേസുമായി ബന്ധപ്പെട്ട് ശ്രീ രാഹുൽ ഗാന്ധി നിങ്ങളുടെ NIA മുമ്പിൽ വന്നിരുന്നില്ലേ? ഞങ്ങൾ ആരും പേടിച്ചോടില്ല. 10 വർഷമായിട്ട് ആർജവമില്ലാത്തവർ, നട്ടലില്ലാത്തവന്മാരാണോ ഭരിക്കുന്നത്? 10 വർഷമായി വിദേശ ഫണ്ട് ഞങ്ങൾ കൈപ്പറ്റിയെങ്കിൽ അതിൽ കേസെടുക്കാൻ തന്റെ ഇടമില്ലാത്തവരാണോ ഇവിടെ ഭരിക്കുന്നത്? ചുമ്മാ ആരോപണം ഉന്നയിക്കരുത്. അമിത്ഷാക്ക് എന്താ പണി? 10 വർഷമായി അമിത്ഷാ ഞങ്ങളെ യൂണിവേഴ്സിറ്റി കിട്ടുന്ന സാധനം ഒരു കേസുണ്ടോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരായി ഏതെങ്കിലും ഒരു പൈസ FIR ഉണ്ടോ? ഭാരതത്തിലെ ജനങ്ങളെ പറ്റിയുള്ള പാർട്ടി ഞാൻ കേട്ടോണ്ടിരിക്കണം. കയ്യിലുള്ളത് അതുകൂടി പറ. നിങ്ങൾ പറയൂ. ഞാൻ പറ്റിക്കുന്ന പാർട്ടി അല്ല വസന്ത് അങ്ങേക്ക് മടങ്ങി വരാം. നമുക്ക് ഈ ഘട്ടത്തിൽ ഒന്നും ആർക്കും മനസ്സിലാവില്ല. വസന്തിലേക്ക് മടങ്ങി വരാം. രാഷ്ട്രീയ പ്രസംഗം കേൾപ്പിക്കാനാണ് നിങ്ങൾ എന്നെ വിളിച്ചതെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനുള്ള സമയമില്ല. ഭാരതത്തിലെ ജനങ്ങളെ പറ്റിക്കുന്ന പാർട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഇന്ത്യ നശിപ്പിക്കാൻ കാശ് വാങ്ങിയ പാർട്ടി എന്ന്. ഭാരതത്തിലെ ജനങ്ങളെ BJP ആ കാര്യം വ്യക്തമായി. അതവിടെ കഴിഞ്ഞു, ആ ചാപ്റ്റർ അവിടെ കഴിഞ്ഞു. താങ്കൾ പറയൂ, താങ്കളുടെ പോയിന്റ് പറയൂ. വസന്തിലേക്ക് വരാം. എന്തായാലും പറയൂ, ജിതിൻ ദേവ് പറയൂ, അങ്ങയുടെ പോയിന്റ് പറയൂ. ഈ 2 കോൺസ്റ്റിറ്റ്യുവൻസിയും ഇന്ന് രാഹുൽ ഗാന്ധി വെറുതെ നമ്മൾ കാട് കയറി പറഞ്ഞിട്ട് കാര്യമില്ല. രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ച 2 കോൺസ്റ്റിറ്റ്യുവൻസി, ഒന്ന് ആനന്ദ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇതേപോലെ തരത്തിൽ വോട്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നതിനെ സംബന്ധിച്ച് 2023 ആ സമയത്ത് തന്നെ FIR ഉണ്ടെന്ന് ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. പറഞ്ഞിട്ടില്ല ഇലക്ഷൻ കമ്മീഷൻ 2023 ഒരു ശ്രമം നടന്നു, പക്ഷെ ആ ശ്രമം വിഫലമായി പോയി, പാളിപ്പോയി ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടില്ലേ? ഇനി രണ്ടാമത്തെ കാര്യം, ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായണക്കെ എന്തുകൊണ്ട് അവിടുത്തെ കോൺഗ്രസ് പാർട്ടിക്ക്, നിങ്ങളുടെ പാർട്ടി അവിടെ ഇല്ലേ, കോൺഗ്രസ് പാർട്ടിക്ക് ഇതിനകത്ത് ആരോപണം ഉന്നയിക്കാൻ സാധിച്ചില്ല? നിങ്ങളുടെ ബൂത്തിലെ ഏജന്റുമാരില്ലേ, നിങ്ങൾക്ക് എന്തുകൊണ്ട് BLA എടുത്ത് പോകാൻ സാധിച്ചില്ല? 2019 കഴിഞ്ഞതിന് ശേഷം, 2023 കഴിഞ്ഞതിന് ശേഷം 2025 ഈ ആരോപണം ഉന്നയിക്കുന്നത്. ആ ആരോപണം ഉന്നയിച്ചതിനകത്ത് തന്നെ 3 വോട്ടർമാർ ഇപ്പോഴും സാധുവായ വോട്ടർമാരാണെന്ന് തെളിവ് സഹിതം പുറത്തു വന്നില്ല ഇപ്പോഴും. ഇനി രണ്ടാമതൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളുടെ സഖ്യകക്ഷി NCPയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് മഹാരാഷ്ട്രയെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധി കുട്ടിത്തന്നറിഞ്ഞ ചൈൽഡിഷ് ആയിട്ടുള്ള ആരോപണങ്ങളാണ് മഹാരാഷ്ട്രയെ സംബന്ധിച്ച് ഉന്നയിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഞാൻ ആ വാർത്തയുടെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. ഇതേപോലെ ഓരോ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. NCPയുടെ ഭാഗത്ത് നിങ്ങളുടെ തന്നെ സഖ്യകക്ഷിയുടെ സ്റ്റേറ്റ്മെന്റ്. ഇനി നിങ്ങൾ പറഞ്ഞ രാജുര അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി, അവിടെ ഈ തരത്തിൽ വോട്ടുകൾ അനധികൃതമായി ചേർക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരുടെ വോട്ടാണ് പറയാനുള്ള ബാധ്യത രാഹുൽ ഗാന്ധിക്കില്ലേ? അദ്ദേഹം എന്താ പറയുന്നത്? എനിക്കിങ്ങനെ ആരോപണം ഉന്നയിച്ചു പോകാൻ പറ്റും, നിങ്ങൾ ഇലക്ഷൻ കമ്മീഷനെതിരെ എന്തുകൊണ്ട് കോടതിയെ സമീപിക്കുന്നില്ല എന്ന് ഒരു മാധ്യമ പ്രവർത്തനം ചോദിച്ചപ്പോൾ പറയുന്നതാണ്, എന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ആരോപണം ഉന്നയിക്കുക, ഇങ്ങനെ സർക്കാരിനെ പ്രഷർ ചെയ്യുക എന്നുള്ളത് മാത്രം. അതാണോ ബില്ലിലെ അതിന്റെ മറുപടി പറയേണ്ടത് അദ്ദേഹം? എന്തുകൊണ്ട് ഇവർക്ക് പോകാൻ സാധിക്കുന്നില്ല, കോടതിയിൽ പോകുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ കൊഞ്ഞണം കുത്തുകയാണ്. ഞങ്ങൾ പോയി സാർ, വോട്ട് ചോരി യഥാർത്ഥമായിട്ട് നടന്ന മാലൂർ കോൺസ്റ്റിറ്റ്യുവൻസി കർണാടകയില് ഞങ്ങൾ പോയി. നിങ്ങളുടെ KY നാഞ്ചകണ്ടെ എന്ന് പറയുന്ന നിങ്ങളുടെ MLA സൈഡ് റിസർവേഷൻ ബെഞ്ചിൽ എടുത്തിയേക്കോ. 30 ദിവസത്തിനകം മേൽക്കോടതി പോയി എന്താ വെച്ചാൽ ചെയ്തു എന്ന് പറഞ്ഞ് റിസർവേഷൻ ബെഞ്ചിൽ ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതി ഇരുത്തിയേക്കുക. അതാണ് യഥാർത്ഥ വോട്ട് ചോരി. രണ്ടാമതൊരു കാര്യം, അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്ത് ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങളാണ്. എന്താണ് ആ ശ്രമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്ന്. ഐ വാണ്ട് എവറി സിംഗിൾ യങ്സ്റ്റർ ടു നോ ദാറ്റ് ദേ ആർ അറ്റാക്കിംഗ് അസ്, their future.
ഇവിടുത്തെ യുവാക്കളോട് അദ്ദേഹം ആഹ്വാനം ചെയ്യുകയാണ്. ഇത് നിങ്ങളുടെ ഭാവിയെ ഇരുട്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറാകണം. രാഹുൽ ഗാന്ധി കരുതുന്നത് ചില വിദേശ രാജ്യങ്ങളിലൊക്കെ, നമ്മുടെ അയൽ രാജ്യങ്ങളിലൊക്കെ ഇതേപോലെ യുവാക്കൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചതുപോലെ ഇവിടുത്തെ ഭരണത്തെ അട്ടിമറിക്കാമെന്നുള്ളതാകാം നിങ്ങൾ കരുതുന്നത്. ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താന്നുള്ളതാണ് നിങ്ങൾ കരുതുന്നത്. അതിനുള്ള ഉത്തരം ശ്രീ ബസന്ത് നിങ്ങൾ പറഞ്ഞതിനാണ്. ഇത് ഓക്കെ, അതിനുള്ള ഉത്തരം വസന്ത് പറയണം. വസന്ത്, നേപ്പാളിലൊക്കെ കണ്ടതുപോലെ ജൻസി പ്രക്ഷോഭം പോലെ ഇവിടുത്തെ യുവാക്കളെ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് ഇവിടുത്തെ യുവാക്കളെ ആകെ ഇളക്കിവിട്ട് ഇവിടുത്തെ ഭരണത്തെ അട്ടിമറിക്കാം എന്നാണോ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് കരുതുന്നത്? ഞാൻ സംസാരിക്കുമ്പോൾ അങ്ങനെ സംസാരിക്കും. അങ്ങേക്ക് ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിന് വളരെ വേഗത്തിൽ മറുപടി മേടിച്ച ശേഷം വരാം, അങ്ങിലേക്ക് വരാം. അതിന് വളരെ വേഗത്തിൽ മറുപടി ലഭിച്ച ശേഷം അങ്ങിലേക്ക് വരാം. അദ്ദേഹം അല്ല, ആ പേടി നല്ലതാണ്. ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ എത്ര വലിയ ഏകാധിപതി ഏതൊക്കെ വലിയ സംവിധാനവുമായി ഇറങ്ങി പുറപ്പെട്ടാലും, എത്ര വലിയ ബാറ്റൺ ടാങ്കുമായി ഇറങ്ങി പുറപ്പെട്ടാലും, പ്രതിഷേധത്തിൻ്റെ കനലഗ്നി പറന്നു വരുമ്പോൾ, അതിങ്ങനെ ഉരുണ്ട് കയറി വരുമ്പോൾ അതിനെ തടുത്തു നിർക്കാൻ ആർക്കും സാധിക്കില്ല എന്ന് മോദി കൂടി മനസ്സിലാക്കുന്നത് നല്ലതാണ്. അത് നേപ്പാളിൽ മാത്രമല്ല, മറ്റ് അയൽ സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലും മാത്രമല്ല, അത് ഇന്ത്യയിൽ ഉണ്ടാകണമെങ്കിൽ അത് ഉണ്ടാകുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. JP മൂവ്മെന്റിലേക്ക് പിന്തുണച്ചവരല്ലേ നിങ്ങളുടെ പൂർവികർ. അങ്ങനെയുള്ള മൂവ്മെന്റുകളെ ഒന്നും നിങ്ങൾ തള്ളി പറയണ്ട. കാത്തിരിക്കാതെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി അങ്ങ് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്ത് FIR ഇട്ടു എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷൻ ആണോ സാർ FIR ഇട്ടത്? അല്ല, FIR ഇട്ടത് കർണാടകയിലെ, ഞങ്ങൾ ഭരിക്കുന്ന കർണാടകയിലെ ഞങ്ങളുടെ കീഴിലുള്ള പോലീസാണ്. ആ FIR ആണ് പിന്നീട് CIDക്ക് കൈമാറുന്നത്. ആ CID ഇൻവെസ്റ്റിഗേഷൻ പാതി വഴിയിൽ നിൽക്കാൻ കാരണം വ്യക്തമായ നിർദ്ദേശങ്ങൾ, വ്യക്തമായ അന്വേഷണം മുമ്പോട്ട് പോകാൻ ആവശ്യമായ ഡേറ്റ, ആ സോഴ്സ് ഓഫ് ഡേറ്റ നിങ്ങളുടെ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ തരുന്നില്ല, പിടിച്ചു വെക്കുന്നു എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് സാർ FIR ഇട്ടല്ലോ അത് തള്ളിക്കളഞ്ഞല്ലോ എന്ന് പറയരുത്. പുലർച്ചെ 4 മണിക്ക് 4 മിനിറ്റിനുള്ളിൽ 12 വോട്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ അതൊരു സോഫ്റ്റ്വെയർ ആയിരിക്കണം, ഇല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് ആയി ആരോ അതിനുവേണ്ടി പണിയെടുക്കുന്നുണ്ട്. അതിനെപ്പറ്റി അറിയണ്ടേ? BJPക്ക് അറിയണ്ടേ? ഞങ്ങളുടെ ആരോപണം BJPക്കെതിരായ അല്ല ജിതിൻ ദേവ്, ഞങ്ങളുടെ ആരോപണം BJPക്കെതിരായി അല്ല നരേന്ദ്രമോദി. ഈ രാജ്യത്ത് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷനെ എന്തിനാണ് നിങ്ങൾ ഒരു മാന്യമായ ചർച്ചയിൽ നമ്മൾ ഡാറ്റ വെച്ചിട്ട് നമ്മൾ ചർച്ച വന്നിട്ട് അങ്ങ് എന്തിനാണ് ആ വാചകം പറഞ്ഞത്? അതുകൊണ്ടല്ലേ ഞാൻ തിരിച്ചു പറയേണ്ടി വന്നത്. ഒരു വളരെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചർച്ചയിൽ അങ്ങ് വന്നിട്ടല്ലേ ഈ വൃത്തികെട്ട വർത്തമാനം പറഞ്ഞത് അല്ലേ? ജിതിനെ അതെന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്? പറഞ്ഞോട്ടെ. അതായത് ഇലക്ഷൻ കമ്മീഷനെതിരായ ചില ആരോപണങ്ങൾ, ചില തെളിവുകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെ സംശയിക്കപ്പെടാവുന്ന ചില കാര്യങ്ങൾ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുകയാണ് രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട പാർട്ടി എന്ന നിലയ്ക്ക് BJP ചെയ്യേണ്ടത്. പക്ഷെ നിങ്ങൾ എന്താ ചെയ്തത്? ജ്ഞാനേഷ് കുമാർ വാർത്താ സമ്മേളനം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മന്ത്രിമാർ ചാടിയിറങ്ങി, നിങ്ങളുടെ സൈബർ ഹാൻഡിലുകൾ രാഹുൽ ഗാന്ധി അധിക്ഷേപിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങി. അപ്പോൾ എന്തിനാണ് ഒരു ആരോപണ വിധേയനായ ഒരാളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്? ജ്ഞാനേഷ് കുമാർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ജ്ഞാനേഷ് കുമാർ XOR ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലെ ചില ന്യൂനതകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് അങ്ങനെയല്ല കേട്ടോ, അതിങ്ങനെയാണ് എന്ന് പറയാൻ വേണ്ടി എന്തിനാണ് നിങ്ങൾ പണിപ്പെടുന്നത്, ശ്രമപ്പെടുന്നത്? അപ്പോഴാണ് നിങ്ങളെയും ഇലക്ഷൻ കമ്മീഷനെയും ഒരു നൂലിൽ കൂട്ടിക്കെട്ടേണ്ടതായി വരുന്നത്. അപ്പോഴാണ് ഈ പറ്റിപ്പിന് നിങ്ങളാണ് പണം മുടക്കുന്നത് എന്ന് ഞങ്ങൾക്ക് സംശയം വരുന്നത്. ശ്രീ ബിനിൽ, ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന സമയത്ത് ഗുജറാത്തിൽ ഒരു വലിയ ഹോൾ, ഒരു കല്യാണ മണ്ഡപം തന്നെ വാടകയ്ക്ക് എടുത്തു എന്നാണ് പറയുന്നത്. 2013 അവസാനം തൊട്ട് ഏതാണ്ട് 14 പാതി വരെ അതുണ്ടായി. എന്നിട്ട് അവിടെ ചെയ്തിരുന്ന പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അമേരിക്കൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തതാണ്, ഇപ്പോഴും സൈറ്റുകളിൽ അവൈലബിൾ ആണ്. അതായത് നോക്കൂ, അവർ ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ, ഗൂഗിൾ എടുക്കുക, 25,000-ഓളം പേരെ റിക്രൂട്ട് ചെയ്തു. ഗൂഗിൾ എടുക്കുക, നരേന്ദ്രമോദി എന്ന് ടൈപ്പ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. അങ്ങനെ 2014 ജനുവരി മാസം ലോകത്തെ ഏറ്റവും മോസ്റ്റ് സെർച്ചഡ് പേഴ്സൺ ലിസ്റ്റിൽ ആരെത്തി? നരേന്ദ്രമോദി എത്തി. അങ്ങനെയാണ് അമേരിക്ക ക്യാൻസൽ ചെയ്ത വിസ അന്ന് ഈ പറയുന്ന തെളിവുണ്ടോ? അത് ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തു എന്നല്ലാതെ തെളിവുണ്ടോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരെയല്ലേ ഒരു ആരോപണമൊക്കെ? ഒരു വളരെ വേഗമായ ആരോപണമല്ലേ? തള്ളി പറഞ്ഞിട്ടില്ല. പെന്റഗൺ റിപ്പോർട്ടാണ്.
പെന്റഗൺ റിപ്പോർട്ടാണ്. നരേന്ദ്രമോദി അടക്കമുള്ള തള്ളി പറഞ്ഞിട്ടില്ല ഇതുവരെ. നമ്മുടെ രാജ്യത്ത് മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. എങ്ങനെ കൃത്യമായി കാര്യം മോദിയും അമിത്ഷായും 70s അവർക്ക് എങ്ങനെ കൃത്യമായി ഈ കാലഘട്ടത്തിലെ ഈ നൂറ്റാണ്ടിലെ സംവിധാനങ്ങളെ, ഈ പറയുന്ന ഇന്റർനെറ്റ് അടക്കമുള്ള സംവിധാനങ്ങളെ, സോഫ്റ്റ്വെയർ അടക്കമുള്ള സംവിധാനങ്ങളെ അട്ടിമറിക്കാനും ഉപയോഗിക്കാനും അറിയാമെന്നുള്ളതിൻ്റെ തെളിവാണത്. അത് സത്യമാണെങ്കിൽ അതാണ് ആ തെളിവ്. അപ്പോൾ നോക്കൂ, അവർ വളരെ കൃത്യമായി ഈ 4 മണിക്ക് പുലർച്ചെ 4 മണിക്ക് ഇരുന്ന് ഇത്രമാത്രം ശുഷ്കാന്തിയോടുകൂടി മണ്ഡലത്തിലില്ലാത്ത വോട്ടർമാരെ കണ്ടെത്തി അത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി, അതും കൈവിരലുകൾ എത്ര സ്പീഡിൽ ഓടിയാലാണ് 12 പേരെ ഈ സമയത്തിനുള്ളിൽ ഡിലീറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നത്, അവരെ കണ്ടെത്താൻ സാധിക്കുന്നത് എന്നത് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? അത് കണ്ടുപിടിക്കണ്ടേ? അത് ആരാണ് ചെയ്തത് എന്നത് പറയണ്ടേ? അല്ലെങ്കിൽ ആ ആപ്ലിക്കേഷൻ യൂസർ ID അടക്കമുള്ളത് ഏത് ഫോണിൽ നിന്നാണ് പ്രവർത്തിച്ചത് എന്നതിന്റെ വിവരം വെളിയിൽ വിടുന്നതിന് എന്താണ് നിങ്ങൾക്ക് ഇത്ര മടി? അപ്പൊ നിങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു കവചം സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നിങ്ങൾ അവരുടെ കൂടെ കൂടി നിങ്ങൾക്ക് വേണ്ടിയാണ് അവർ ഈ കൊട്ടേഷൻ പണി എടുത്തത് എന്ന സംശയം ഭാരതത്തിലെ ജനങ്ങൾക്കുണ്ടാവുന്നത്. ശ്രീ ജിതിന്ദ്. ഓക്കെ, ശ്രീ ജിതിന്ദ് അങ്ങേക്ക് മറുപടി പറയാം. അല്ല ബസന്ത്, എങ്ങനെയാണ് ഒരു വോട്ടറെ ഡിലീറ്റ് ചെയ്യാനുള്ള നടപടിക്രമം എനിക്കൊന്ന് പറഞ്ഞു തരും. ഒരു വോട്ടറെ ഡിലീറ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നെ ഞാൻ കേൾക്കട്ടെ. വളരെ വളരെ കൃത്യമായി ശ്രീ രാഹുൽ ഗാന്ധി അത് പറഞ്ഞു കഴിഞ്ഞു. അതായത് രാഹുൽ ഗാന്ധി ഒരു ഡിലീറ്റ് ഒരു വോട്ടറെ അല്ല അത് തന്നെയാണ് ബസന്ത് അങ്ങ് ഇടപെട്ടാൽ ഡിലീറ്റ് ആപ്ലിക്കേഷൻ വെച്ചാൽ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ അത് അപ്രൂവ് ചെയ്യാം. നിങ്ങൾ നോക്കൂ, ഡിലീറ്റ് ഒരാൾക്ക്, എനിക്കാണെങ്കിലും അങ്ങേക്കാണെങ്കിലും യൂസർ ID യും പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് ഈ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഈ പറയുന്ന വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് സ്പോട്ട് ഔട്ട് ചെയ്ത് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷന് ഒരു ആപ്ലിക്കേഷൻ, ഡിലീറ്റ് ആപ്ലിക്കേഷൻ ആക്ഷേപം ഉന്നയിച്ചു കൊണ്ടിടാൻ സാധിക്കും. അത് അപ്രൂവ് ചെയ്യുകയോ ഡിസപ്രൂവ് ചെയ്യുകയോ ചെയ്യേണ്ടത് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനോ അല്ലെങ്കിൽ അവർ മുമ്പോട്ട് വെച്ചിരിക്കുന്ന സിസ്റ്റമോ ആണ്. അതിൽ ആ അപ്രൂവൽ ഉണ്ടായതുകൊണ്ടാണ് 6150 വോട്ടർ പുതുതായി അങ്ങ് പറയുന്നത് പ്രകാരം ചേർക്കുന്നതും ഡിലീറ്റ് ചെയ്യപ്പെടുന്നത്. 12 പേരുടെ വോട്ട് ഡിലീറ്റ് ചെയ്യപ്പെടുന്നത് 4 മണിക്കാണ് എന്നതിന്റെ തെളിവ് വെളിയിൽ വന്നു. നിങ്ങൾ അതിനെപ്പറ്റി ഉത്തരം എനിക്ക് സംസാരിക്കാൻ അനുവദിക്കുക. ഞാൻ വളരെ മാന്യമായ ഒരു ചോദ്യം ചോദിച്ചിട്ട് ഞാൻ നിർത്തുകയാണ്. ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്താറില്ല. ബസന്ത്, നിങ്ങൾക്ക് തെറ്റി. ഫോം 7 ഓൺലൈൻ ആയാലും നമ്മുടെ വോട്ടിംഗ് പോർട്ടൽ വഴി ആയാലും ഫോം 7 ഞാൻ പറയട്ടെ, ഫോം 7 നമ്മൾ ആപ്ലിക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ ഒരു വോട്ടറെ റിമൂവ് ചെയ്യാനായിട്ട് നമ്മളൊരു ആക്ഷേപം ഉന്നയിച്ചാൽ ആ ആക്ഷേപം ഉന്നയിക്കുന്ന ആളുടെ പ്രൂഫ് ഉൾപ്പെടെ വെക്കണം. 2, എന്ത് റീസണിലാണ് ഇദ്ദേഹത്തെ റിമൂവ് ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ തീരുമാനവും കാരണവും വേണം. അതോടൊപ്പം തന്നെ അതിനുള്ള ആധികാരികമായ രേഖകളും വേണം. വെച്ച് കഴിഞ്ഞാൽ കൺസേൺഡ് BLO, ദാറ്റ് മീൻസ് ബൂത്ത് ലെവൽ ഓഫീസർ, അത് പരിശോധിക്കും. ബൂത്ത് ലെവൽ ഓഫീസർക്ക് ഇനി ഏതെങ്കിലും ഒരു കാരണവശാൽ അദ്ദേഹത്തിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ബൂത്ത് ലെവൽ ഓഫീസർ ആ പ്രദേശത്ത് പോയി അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്ത് പോയിട്ട് വ്യക്തമായ അന്വേഷണം നടത്തണം. ആ അന്വേഷണത്തിൽ അദ്ദേഹം അവിടെയുള്ള വോട്ടറല്ല, മരണപ്പെട്ടു പോയ ആളാണോ, അതല്ലെന്നുണ്ടെങ്കിൽ അവിടെ വോട്ട് വേറെ സ്ഥലത്തേക്ക് താമസം മാറിയ ആളാണോ, ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടാൽ മാത്രമേ EROയ്ക്ക് മുമ്പിൽ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് നിങ്ങൾ ഇങ്ങനെയാണോ നിങ്ങൾ പണിയെടുത്തത് കേരളത്തിൽ? ഏതാ എന്റെ ശ്രീ ജിതിൻ ദേവ്, 1 മാസം മുമ്പല്ലേ നമ്മൾ പഞ്ചായത്ത് വോട്ടേഴ്സ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ ഉന്നയിച്ചത്? അങ്ങും ഞാനും ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തിക്കുന്നവരല്ലേ. നമ്മൾ ആരും ഈ മുകൾ തട്ടിലുള്ള പ്രവർത്തകരല്ലല്ലോ, ഗ്രൗണ്ട് ലെവലിൽ വോട്ട് ചേർക്കുന്നവരല്ലേ. എന്താ ഉണ്ടാവുന്നത്? ഈ വോട്ട് വെരിഫിക്കേഷൻ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിയുമ്പോൾ അത് പഞ്ചായത്ത് സെക്രട്ടറിയിലേക്കും പഞ്ചായത്തിലേക്കും പോകും. അവിടെ നിന്ന് നമുക്കൊരു നോട്ടീസ് ഡേറ്റ് നിങ്ങളുടെ ഇലക്ഷൻ കമ്മീഷൻ ആ ഡേറ്റ് തരും. ആ ഡേറ്റ് കിട്ടുന്ന ആർക്കാണ്? ഈ പറയുന്ന ഈ ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആഡ് ചെയ്യാനോ ആപ്ലിക്കേഷൻ കൊടുത്തവർക്കാണ്. അത് ഈ പർട്ടിക്കുലർ വോട്ടറിലേക്ക് കൈമാറാത്തിടത്തോളം കാലം ആ വോട്ടർ അറിയുന്നില്ല അദ്ദേഹത്തിനെതിരായ ആക്ഷേപത്തിൽ ഉത്തരം പറയാനുള്ള ഡേറ്റ് ആ വോട്ടർ അറിയുന്നില്ല. ഒരു റോളുമില്ല. ബസന്ത്, നിങ്ങൾ അതാണ് ഇനി പരിശോധിക്കേണ്ടത്. പോകണം. ഒരാൾക്കെതിരെ ഞാൻ ആക്ഷേപം ഉന്നയിച്ചാൽ അയാളുടെ കൺസെന്റ് മാറ്റാൻ പറ്റില്ല. ഞാൻ എന്റെ കാര്യം പറഞ്ഞുതരാം. ഞാൻ കൊല്ലം ജില്ലയിൽ സൂര്യനാട് തെക്ക് പഞ്ചായത്തിലെ 11ാം നമ്പർ വാർഡിലെ വോട്ടറായിരുന്നു. ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് ഓച്ചിറ പഞ്ചായത്തിലാണ്. ഞാൻ എന്റെ വോട്ട് അവിടുന്ന് റിമൂവ് ചെയ്യാനായിട്ട് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ ബന്ധപ്പെട്ടിട്ട സമയത്ത് എന്നെ വിളിച്ചു ചോദിച്ചു, കൺസേൺഡ് ഉദ്യോഗസ്ഥൻ, ഇന്നപോലെ നിങ്ങളുടെ ഒരു ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട് നിങ്ങളുടെ വോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് എന്ന് എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ലെറ്റർ കൊടുത്തു.
നിങ്ങൾക്ക് തെറ്റി. BLOക്ക് ഒരാളുടെ വോട്ടും അനധികൃതമായി നീക്കം ചെയ്യാൻ സാധിക്കില്ല ബസന്ത്. നിങ്ങൾ വെറുതെ ഓരോന്ന് പറയുകയാണ്. നിങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ ഒരു ആരോപണം പെന്റഗൺ പറഞ്ഞു നരേന്ദ്രമോദിയെ എങ്ങനെ സെർച്ച് ചെയ്തു. നിങ്ങൾ എന്ത് ഫൂളിഷ്നെസ് ആണ് പറയുന്നത്? 25,000-ഓളം 30,000 പേരെ കൊണ്ടിരുത്തി സെർച്ച് ചെയ്ത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു നരേന്ദ്രമോദി എന്ന് പറഞ്ഞ പേര് അവിടെ കൊണ്ടുവന്ന് വ്യക്തപ്പെടുത്തേക്ക് അമേരിക്കക്കാർ നരേന്ദ്രമോദി ഗൂഗിളിൽ ഒന്നാമതായിട്ട് സെർച്ച് ചെയ്യപ്പെടുന്നു, അതുകൊണ്ട് വായോ പറഞ്ഞ് വിളിച്ചുകൊണ്ട് ഇതൊക്കെ എന്ത് ഫൂളിഷ്നെസ് ആണ് പറയുന്നത്? സാർ, നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. അംഗീകരിച്ചേ മതിയാകും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ട വ്യക്തിയുടെ പേര് രാഹുൽ ഗാന്ധിയുടെ ആയിരുന്നു അല്ലയോ? അത് പറയൂ. അതുകൊണ്ടാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ അതുകൊണ്ടാണോ അമേരിക്ക വിളിച്ചോണ്ട് പോയത്? ബഹുമാനപ്പെട്ട അതിഥികളും സഹകരിക്കാൻ നമുക്ക് ഈ വിഷയം നമ്മൾ ഒരുപാട് മാറിപ്പോകുന്നുണ്ട്. നമുക്കിത് കൺക്ലൂഡ് ചെയ്യേണ്ട സമയമുണ്ട്. ശ്രീ ജിതിൻ ദേവ്, നമുക്കിത് കൺക്ലൂഡ് ചെയ്തേ മതിയാവൂ. നമ്മൾ ഈ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വന്നാൽ, ഇപ്പോൾ ഹൈഡ്രജൻ ബോംബ് പൊട്ടും എന്നാണ് പൊതുവിൽ ഉണ്ടായിരുന്ന പ്രതീതി. പക്ഷേ ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കുന്നില്ല എന്ന് പറഞ്ഞാണ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം ആരംഭിച്ചത്. ശ്രീ ജിതിൻ ദേവ്, ഇനി ഹൈഡ്രജൻ ബോംബ് പൊട്ടിയിട്ട് കാര്യമുണ്ടോ? എന്റെ പൊന്നു ബില്ലിലെ, നിങ്ങളെ പോലുള്ളവരൊന്നും വിശ്വസിക്കരുത്. ഇത് മലേഷ്യയിൽ അങ്ങോട്ട് കിട്ടിയ ചീഞ്ഞ പടക്കം കൊണ്ടിട്ട് പൊട്ടിച്ചതാണ് മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ഒരു ബോംബും ഇല്ല. എങ്ങനെങ്കിലും ബീഹാർ ഇലക്ഷനിൽ കുറെ പുകമറ സൃഷ്ടിച്ച് ഏതെങ്കിലും സാഹചര്യത്തിൽ ബീഹാറിൽ നിന്ന് പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പരിശ്രമം മാത്രമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് അങ്ങേയറ്റം രാഷ്ട്രീയ നിരാശയാണ്. എന്റെ മുതുമുത്തച്ഛനും എന്റെ മുത്തശ്ശിയും എന്റെ അച്ഛനും എന്റെ അമ്മ ഒരു പരിധി വരെ എന്റെ അമ്മയും പ്രധാനമന്ത്രി ആയിരുന്നു, അല്ലെങ്കിൽ എന്റെ അമ്മ പ്രധാനമന്ത്രിക്ക് തുല്യമായിരുന്നു എന്നൊരു മനുഷ്യൻ എനിക്ക് മാത്രം ഒന്നും ആകാൻ സാധിക്കത്തില്ലല്ലോ എന്നുള്ള രാഷ്ട്രീയ നിരാശയാണ് ആ മനുഷ്യനുള്ളത്. അദ്ദേഹത്തിനെ അത് പറഞ്ഞ് ഇവർ മനസ്സിലാക്കിയേ മതിയാകൂ. അല്ലാതെ അദ്ദേഹം കാണിക്കുന്ന ഈ ഗിമിക്സുകളാണ്. എത്ര തവണ ഈ മനുഷ്യൻ മാപ്പ് പറഞ്ഞു? എത്ര തവണ ഓരോ ആരോപണം ഉന്നയിക്കുക, കോടതി പോവുക, മാപ്പ് പറയുക? ഇത് എന്താണിത്? ഇത്ര ബേസ്ലെസ് ആയിട്ടുള്ള ആരോപണങ്ങൾ. ഒരു CPIയുടെ ഒരു MP തന്നെ പറഞ്ഞിട്ട് ഇറസ്പോൺസിബിൾ, ഇൻസെൻസിബിൾ, ഒരു തരത്തിലുള്ള ഒരു ബേസ്ലെസ് ആയിട്ടുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെ പോലുള്ള മാധ്യമങ്ങൾ നിങ്ങളുടെ പ്രധാന സമയം വേസ്റ്റ് ആക്കരുത്. ഇദ്ദേഹം ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ശരി, അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി, കൺക്ലൂഡ് ചെയ്യാം. പൊളിറ്റിക്കൽ ഫ്രസ്ട്രേഷൻ ആണോ രാഹുൽ ഗാന്ധി? ദേശീയ മാധ്യമങ്ങൾ മാറി ചിന്തിക്കും. ഓക്കെ, അല്ല, ദേശീയ മാധ്യമങ്ങൾ ഗോദി മീഡിയയ്ക്ക് തന്നെ മാറി നിൽക്കേണ്ടയും ചർച്ച ചെയ്യേണ്ടയും അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. നോക്കൂ, ഞങ്ങൾ ബോംബുകൾ പൊട്ടിക്കുമ്പോൾ 6 ഇരിപ്പിടമാണ്, 6 ഫ്രഷ്ടം താങ്ങുന്ന സിംഹാസനങ്ങളാണ് വിറയ്ക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് BJP നേതാക്കൾ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞ് ആദ്യ മണിക്കൂറിൽ തന്നെ നിങ്ങളുടെ മന്ത്രിസഭയിലെ മന്ത്രിമാർ നേരിട്ടിറങ്ങിയാണ് പ്രതികരണം നൽകുന്നത്. ഇത്രയും കാലം ദേശീയ ഗോദി മീഡിയയ്ക്ക് പോലും മിണ്ടാതിരിക്കേണ്ടടുത്ത് നിന്ന് ആദ്യ മണിക്കൂറിൽ ഉത്തരം പറയാൻ വേണ്ടി BJP മന്ത്രിമാർക്ക് നേരിട്ട് വരേണ്ടി വരുന്നുണ്ടെങ്കിൽ 6 സിംഹാസനമാണ് വിറകൊള്ളുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇനി ആ കാര്യം വ്യക്തമാണ്. 2 അതിഥികൾക്കും നന്ദി. ശ്രീ ജിതിൻ ദേവ്, BJP വക്താവ്, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി, കോൺഗ്രസ് വക്താവ് എന്നിവരാണ് ചർച്ചയിൽ അതിഥികളായി എത്തിയത്.